ഈ സമയത്താണ് ഒരു സഹോദരി മുന്നിട്ട് വന്നത്. അവര് പറഞ്ഞത്, എനിക്കും ഒരു കുട്ടിയുണ്ട്, ഞാനും ഒരു അമ്മയാണ്. അതുകൊണ്ട് വയനാട്ടിലെ ആ ഉരുൾപൊട്ടലില് ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ, ഞാൻ അവർക്ക് എൻ്റെ മാറിടത്തിൽ നിന്ന് മുലപ്പാല് ചുരത്തി കൊടുക്കാമെന്ന് ഒരു മനുഷ്യനും അതേപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും വന്ന് പറയുമ്പോ ഒരു മനുഷ്യന്റെ കമന്റാണ് ആ ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വയനാട്ടിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല അല്ലേ? വയനാട്ടിലേക്ക് ആളുകളെ പുറത്തു നിന്ന് അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നൊക്കെയുള്ള ന്യൂസുകൾ കാണാൻ കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വയനാട്ടുകാരെ ഈ ഒരു സമയത്ത് അവരെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരെ നമ്മൾ ഉപദ്രവിക്കരുത്. അപ്പൊ നിങ്ങളിൽ ചില ആളുകൾ ചോദിക്കും, അവരെ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ദ്രോഹിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ചില വീഡിയോകൾ കാണാൻ കഴിഞ്ഞു. ഓരോ മയ്യത്തുകൾ, മണ്ണിന്റെ അടിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെ മൃതദേഹങ്ങൾ എടുത്തുയർത്തുമ്പോൾ അവരുടെ കൈയില്ലാത്ത, കാലില്ലാത്ത, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇല്ലാത്ത, ശരീരമാകെ ജീർണിച്ച ഓരോരോ മൃതദേഹങ്ങൾ വാട്സപ്പിലൂടെ വീഡിയോ എടുത്തിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുന്ന ചില വീഡിയോകൾ കാണാൻ കഴിഞ്ഞു. അത് കണ്ടപ്പോ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രമേൽ വിരൂപമായിട്ടുണ്ട് ഓരോ ശരീരങ്ങളും. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത് കാണുന്നത് വയനാട് ആ വലിയ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ മകനോ മകളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളോ ആണ് എങ്കിൽ ഒന്ന് ചിന്തിക്കണേ നിങ്ങൾ, എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന്. നമ്മളിൽ പലർക്കും അത് കണ്ട് നിൽക്കാനുള്ള ത്രാണി ഇല്ലെങ്കിൽ, അത് സ്വന്തം ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മകനോ മകളോ അത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ മാനസിക പ്രയാസം എത്രത്തോളമാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മളിൽ പലർക്കും ഈ വീഡിയോ പല ഗ്രൂപ്പുകളിലേക്കും എത്തിച്ചു കൊടുക്കാൻ വലിയ ആവേശമാണ്. പക്ഷേ അത് അവരുടെ ബന്ധുക്കളുടെ കൽബിലുണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത്, അതൊന്നും നമുക്ക് ചിലപ്പോ ഇപ്പൊ ഇവിടെ ഇരുന്ന് ചിന്തിക്കാൻ കഴിയൂല. നമ്മുടെ വേണ്ടപ്പെട്ടവര് ഇതേ സ്ഥാനത്ത് കിടക്കുമ്പോഴാണ് എത്രത്തോളം നീറ്റല് കൽബിന്റെ ഉള്ളിലുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള വീഡിയോകളും അതുപോലെയുള്ള ഫോട്ടോകളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരും തന്നെ ഷെയർ ചെയ്യരുത്. ചാനലുകാര് പോലും അങ്ങനെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടും ആ ഭാഗങ്ങൾ ബ്ലർ ചെയ്തിട്ടുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് അയക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മൊബൈലിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ പകർത്തിയിട്ട് ചില ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നത്. കാണുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഓരോ മയ്യത്തുകളുടെയും അവസ്ഥ 4 ദിവസത്തോളം കഴിഞ്ഞു. പല മയ്യത്തുകളും ജീർണിച്ചിട്ടാണ് മണ്ണിന്റെ അടിയിൽ നിന്ന് എടുക്കുന്നത്. ഇന്ന് ന്യൂസിൽ കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? പല ഭാഗങ്ങളിൽ നിന്നും ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്കാണ് ആളുകൾ മുന്നിട്ടിറങ്ങിയിട്ട് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഒരു മയ്യത്തുണ്ട്. ചിലപ്പോൾ മനുഷ്യൻ്റെതാകാം, ചിലപ്പോൾ മൃഗങ്ങളുടേതാകാം. കാരണം അത്രയും വലിയ ദുരന്തത്തിൽ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്നത് ഇതിനോടകം കുറച്ചേ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെയൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന മയ്യത്തുകളുടെ ഫോട്ടോകളും മറ്റ് ഡീറ്റെയിൽസും ഒന്നും തന്നെ പുറത്തേക്ക് വിടാതിരിക്കുക ദയവ് ചെയ്തിട്ട്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങളോട്. അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതെ നിങ്ങളിരിക്കുക. ഇന്ന് ഫേസ്ബുക്ക് തുറന്നപ്പോൾ കാണാൻ കഴിഞ്ഞ വളരെ വേദനിപ്പിക്കുന്നതും ഒരുപാട് അരിശം തോന്നിയതുമായ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞു. ഒരു കമന്റ് ഞാനിവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. എന്താണ് ഈ മനുഷ്യനൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യനെ കേസെടുത്തിട്ട് ഉള്ളിൽ തള്ളണമെന്നാണ്. വയനാട് അത്രയും വലിയ ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരു നാട് തന്നെ മണലിന്റെ അടിയിലായിട്ട് എത്രയോ ആളുകൾ സ്വന്തത്തെ കാണാതെ വിതുമ്പി അലറി വാവിട്ട് കരഞ്ഞ് തേങ്ങിയിട്ട് അവിടെ കുഴഞ്ഞ് വീണ് കിടക്കുമ്പോൾ
അതിൽ ഒരു പറ്റം ചെറിയ കുരുന്നുകളുണ്ട്. മുലകുടി പ്രായം പോലും മാറാത്ത മക്കള്. അവരുടെ ഉമ്മ എവിടെയാണ്, ഉപ്പ എവിടെയാണ്, മറ്റു ബന്ധുക്കൾ എവിടെയാണെന്നൊന്നും അറിയില്ല. വിശക്കുന്ന സമയത്ത് മുലപ്പാല് മാത്രം കുടിക്കേണ്ട മക്കള്. ആ മക്കൾക്ക് മുലപ്പാലല്ലാതെ ഒന്നും തന്നെ കൊടുത്തിട്ട് കാര്യവുമില്ല. ഈ സമയത്താണ് ഒരു സഹോദരി മുന്നിട്ട് വന്നത്. അവര് പറഞ്ഞത്, എനിക്കും ഒരു കുട്ടിയുണ്ട്, ഞാനും ഒരു അമ്മയാണ്. അതുകൊണ്ട് വയനാട്ടിലെ ആ ഉരുൾപൊട്ടലില് ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ, ഞാൻ അവർക്ക് എൻ്റെ മാറിടത്തിൽ നിന്ന് മുലപ്പാല് ചുരത്തി കൊടുക്കാമെന്ന് ഒരു മനുഷ്യനും അതേപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും വന്ന് പറയുമ്പോ ഒരു മനുഷ്യന്റെ കമന്റാണ് ആ ഒരു വീഡിയോയുടെയോ അല്ലെങ്കിൽ ആ ഒരു പിക്ചറിന്റെയോ അടിയിലായിട്ട് എഴുതിയത്. ഇയാളെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇത്രമാത്രം മനസ്സിന്റെ ഉള്ളില് വിഷവും അതുപോലെ തന്നെ മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഇവരൊക്കെ ഈ ദുനിയാവില്, ഈ ഭൂമിയില് ജീവിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം വയനാട് എന്ന നാടും അവിടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രതിസന്ധികളൊക്കെ നേരിൽ കാണുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇവനെ പോലെയുള്ള നെറികേടിന്റെ ചില ആളുകൾ മുന്നോട്ട് വരുന്നത്. എന്ത് ചെയ്യണം? ഇയാളെ നാട്ടുകാര് കൈകാര്യം ചെയ്തു എന്നറിയാൻ കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും അയാൾക്കുള്ള ആ ഒരു ശിക്ഷാ നടപടി പൂർത്തിയാകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ സംഘടനയോ ഒന്നും തന്നെ ഒരു മനുഷ്യനും നോക്കുന്നില്ല. എല്ലാവരുടെയും ഒരേ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് വയനാടും അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളും ആ മണ്ണിന്റെ അടിയിൽ പെട്ടുകിടക്കുന്ന ആ മൃതദേഹങ്ങളും പുറത്ത് എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ള ആ ഒരു ദൗത്യം മാത്രമാണ്. ഒരു RSSന്റെ ഒരു നേതാവാണെന്ന് തോന്നുന്നു, ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ചില സംഘടനകളെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തനത്തിന് എത്തിയിട്ടുള്ള ചില വിഭാഗം ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവര് ആ ദുരന്ത മുഖത്തേക്ക് കടന്നു പോകാതെ അവരവിടെയുള്ള ചില വ്യക്തികളെ മാത്രമാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ളൊക്കെ രൂപത്തില് ആ മനുഷ്യന് വലിയ വാചാലനാകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ഈ മനുഷ്യനൊക്കെ ഒരു ഫോണിന്റെയോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെയോ ഒക്കെ മുമ്പിലിരുന്നു കൊണ്ട് 4 കാര്യം പറഞ്ഞാൽ മതി. അവിടെ കയ്യും മെയ്യും മറന്നുകൊണ്ട് അവിടെ ആ ദുരന്ത മുഖത്ത് കിടന്നുകൊണ്ട് പരക്കം പായുന്ന തൻ്റെ ആരുമല്ലാത്ത ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് അനുഭവിക്കുന്ന ചില വേദനകളും പ്രയാസങ്ങളും പോലും ഉള്ളിൽ ഒതുക്കി അടക്കി പിടിച്ചിട്ട് അവര് നെട്ടോട്ടമോടുകയാണ് അവിടെ. എന്തിനു വേണ്ടിയിട്ട്? ആ മനുഷ്യന്മാരുടെ ഏതെങ്കിലും പ്രയാസങ്ങളും ഒന്ന് മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആളുകളെ സ്നേഹിക്കുകയോ നല്ല ഒരു വാക്ക് പറയുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും പരിഹസിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യും. കാരണം RSS എന്ന് പറയുന്ന സംഘടന, അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ഈ മുസ്ലിങ്ങളോടും അതുപോലെ തന്നെ മലപ്പുറം അതേപോലെ വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിക്കുന്ന ചില ആളുകളോടുള്ള നിങ്ങളുടെ മനോഭാവങ്ങളാണ് ഈ ദുരന്ത സാഹചര്യത്തിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങളൊക്കെ എത്രത്തോളം തളർത്താൻ നോക്കിക്കഴിഞ്ഞാലും അതിനൊന്നും തന്നെ ചെവി കൊള്ളാനോ അത് കേൾക്കാനോ ഒന്നും തന്നെ ഇന്ന് ഇവിടെ ആളുകൾക്ക് സമയമില്ല എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കി പോകാം എന്ന് മാത്രമാണ് നിങ്ങളെപ്പോലെയുള്ള ചില ആളുകളോട് പറയാനുള്ളത്.